ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കോസ്റ്റ് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട ചില ടേമുകളൊക്കെ പഠിച്ചു. ഇനി നമ്മൾ നോക്കുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ്, അക്കൗണ്ടൻസി ഒക്കെയാണ്. കോസ്റ്റ് അക്കൗണ്ടിങ് എന്താണ്, കോസ്റ്റ് അക്കൗണ്ടൻസി എന്താണ് എന്നൊക്കെ നോക്കാം. കോസ്റ്റ് അക്കൗണ്ടിങ് ഈസ് ദ റെക്കോർഡിംഗ് ഓഫ് ദി എക്സ്പെൻസസ് ഇൻകേർഡ് ഇൻ മാനുഫാക്ചറിങ് എ പ്രോഡക്റ്റ് ഓർ റെൻഡറിങ് എ സർവീസ്. ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് നമ്മൾ മാനുഫാക്ചറിങ് ചെയ്യുമ്പോഴൊക്കെ നമുക്കുണ്ടാകുന്ന ചിലവുകൾ, എക്സ്പെൻസസുകൾ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതിനെയാണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. It is done in such a manner that the expenses are accumulated, recorded, classified and allocated so that the actual cost of any particular process or unit of production or service rendered can be determined with a desired level of accuracy. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു സർവീസ് റെൻഡറിങ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊഡക്ഷൻ ചെയ്യുമ്പോഴോ ഉണ്ടാകുന്ന ആക്ച്വലായിട്ടുള്ള കോസ്റ്റുകൾ എന്തൊക്കെയാണ്, കോസ്റ്റുകളെല്ലാം നമ്മൾ അക്യുമുലേറ്റ് ചെയ്ത് റെക്കോർഡ് ചെയ്ത് ക്ലാസിഫൈ ചെയ്യുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവില്ലേ ഇന്ന സർവീസ് പ്രൊവൈഡ് ചെയ്തപ്പോൾ ഇത്ര കോസ്റ്റാണ് ആയത് എന്ന് നമുക്ക് നല്ല ആക്യുറസി, കൃത്യതയോട് കൂടിയിട്ട് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് സാധിക്കും. It is the process of accounting for cost which begins with the recording of expenses and ends with the preparation of periodical statements and reports for ascertaining cost. അപ്പോൾ ഈ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന, അതായത് കോസ്റ്റിൻ്റെ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുന്ന ഈ പ്രോസസ്സിങ് തുടങ്ങുന്നത് എവിടെ തൊട്ടാണെന്ന് ചോദിച്ചാൽ, ഈ എക്സ്പെൻസസുകൾ നമ്മൾ റെക്കോർഡ് ചെയ്യുകയാണ് ആദ്യം ചെയ്യുന്നത് അല്ലേ. അതിനുശേഷം നമ്മൾ പീരിയോഡിക്കൽ സ്റ്റേറ്റ്മെൻറ്റുകളും റിപ്പോർട്ടുകളും തയ്യാറാക്കി കോസ്റ്റ് മനസ്സിലാക്കി, അതായത് കോസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കുമ്പോഴാണിത് ഈ പ്രോസസ്സ് അവസാനിക്കുന്നത്. അതായത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ആദ്യം നമ്മൾ നമുക്കുണ്ടായ എക്സ്പെൻസസുകളെല്ലാം നമ്മൾ അക്യുമുലേറ്റ് ചെയ്യും അല്ലെ, ഒരുമിച്ച് കൊണ്ടുവരും. അതിനുശേഷം നമ്മൾ അതിനെ റെക്കോർഡ് ചെയ്യും. പിന്നെ അതിനെ ക്ലാസിഫൈ ചെയ്യും, ഏതൊക്കെ രീതിയിലാണല്ലേ, ഓരോന്നിനും ഓരോ ഹെഡുകളുണ്ടല്ലേ, ആ രീതിയിലേക്ക് ക്ലാസിഫൈ ചെയ്ത് നമ്മൾ എടുക്കും. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് വരുന്നത് ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റുകൾ, പീരിയോഡിക്കൽ സ്റ്റേറ്റ്മെൻറ്റുകളും മറ്റ് റിപ്പോർട്ടുകളും ഒക്കെ തയ്യാറാക്കി എത്ര കോസ്റ്റായി എന്ന് നമ്മൾ അസർട്ടൈൻ ചെയ്യുമ്പോഴാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ പ്രോസസ്സ് എൻഡ് ചെയ്യുന്നത്. GM Friedman defines cost accounting as the process of recording, classifying, allocating and reporting various costs incurred in the operations of an enterprise. ഇപ്പം നമ്മൾ പറഞ്ഞതിൻ്റെ ചുരുക്കരൂപമാണ് ഈ ഡെഫിനേഷനിൽ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ്, കോസ്റ്റ് അക്കൗണ്ടൻസി മീനിങ് ആൻഡ് ഡെഫിനിഷൻ. കോസ്റ്റ് അക്കൗണ്ടൻസി ഈസ് ദി അക്കൗണ്ടിങ് ഓഫ് കോസ്റ്റ് ആൻഡ് റവന്യൂ ബൈ അപ്ലൈയിങ് ദി കോസ്റ്റ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആൻഡ് മെത്തേഡ്സ് ഫോർ കൺട്രോളിങ് ദി കോസ്റ്റ് ആൻഡ് അസർട്ടൈനിങ് ദി പ്രോഫിറ്റബിലിറ്റി. ഇപ്പോൾ കോസ്റ്റ് അക്കൗണ്ടൻസി എന്ന് പറഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്ന കോസ്റ്റിൻ്റെയും റവന്യൂൻ്റെയും അക്കൗണ്ടിങ്ങിനെയാണ് കോസ്റ്റ് അക്കൗണ്ടൻസി എന്ന് പറയുന്നത്. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടൻസിയിൽ കോസ്റ്റ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസുകളും പിന്നെ കോസ്റ്റ് കൺട്രോൾ ചെയ്യുന്നതിനുള്ള മെത്തേഡുകളും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കോസ്റ്റ് അക്കൗണ്ടൻസിയിൽ നമ്മുടെ പ്രോഫിറ്റബിലിറ്റി കൂട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കോസ്റ്റ് കുറയ്ക്കുന്നതിനുള്ള മെത്തേഡുകളും പിന്നെ കോസ്റ്റ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസും ഒക്കെ അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മൾ കോസ്റ്റ് ആൻഡ് റവന്യൂവിൻ്റെ അക്കൗണ്ടിങ് ആണ് കോസ്റ്റ് അക്കൗണ്ടൻസി. The term cost accountancy is wider and broader in coverage than the cost accounting. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിനേക്കാളും വൈഡർ ആയിട്ടുള്ള ഒരു ടേമാണ് കോസ്റ്റ് അക്കൗണ്ടൻസി എന്ന് പറയുന്നത്. It includes cost control, cost reduction, cost audit and presentation of information to managerial personnel for the purpose of decision making. അപ്പോൾ ഈ കോസ്റ്റ് അക്കൗണ്ടൻസിയിൽ കോസ്റ്റ് കൺട്രോളുണ്ട്, കോസ്റ്റ് റിഡക്ഷൻ വരുന്നുണ്ട്, കോസ്റ്റ് ഓഡിറ്റ് വരുന്നുണ്ട്, പിന്നെ നമ്മളെ ഇൻഫർമേഷൻ പ്രസൻറ്റേഷനുണ്ട് അല്ലേ. അപ്പോൾ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് അതിന് മാനേജറിയൽ പേഴ്സണലിലേക്ക് നമുക്ക് ഇൻഫർമേഷൻസൊക്കെ കൊടുക്കേണ്ടി വരുന്നുണ്ട്. കോസ്റ്റ് അക്കൗണ്ടൻസിയിൽ. ഓക്കെ,
Then the Institute of Cost and Management Accountants, ICMA ഫുൾ ഫോമാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻസ്, ലണ്ടൻ ഡിഫൈൻ ചെയ്യുന്നത് കോസ്റ്റ് അക്കൗണ്ടൻസി ആസ് ദി ആപ്ലിക്കേഷൻ ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്, മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ടു ദ സയൻസ്, ആർട്ട് ആൻഡ് പ്രാക്ടീസ് ഓഫ് കോസ്റ്റ് കൺട്രോൾ and ascertainment of profitability as well as presentation of information for the purpose of managerial decision making. നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു ചുരുക്കമാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഒന്നും കൂടെ പറയാണ്. കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സർവീസ് റെൻഡറിങ് ചെയ്യുമ്പോഴോ ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചറിങ് ചെയ്യുമ്പോഴോ നമുക്കുണ്ടാകുന്ന എക്സ്പെൻസസുകളെ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുന്നതാണ് കോസ്റ്റ് അക്കൗണ്ടിങ്. കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ഉണ്ടായ എക്സ്പെൻസസുകൾ നമ്മൾ റെക്കോർഡ് ചെയ്തുകൊണ്ട് അവസാനിക്കുന്നത് എന്താണ്, സ്റ്റേറ്റ്മെൻറ്റുകൾ, പീരിയോഡിക്കൽ സ്റ്റേറ്റ്മെൻറ്റുകളും റിപ്പോർട്ടുകളും ഒക്കെ തയ്യാറാക്കി കോസ്റ്റ് കണ്ടുപിടിച്ചാൽ ആ പ്രക്രിയ അവിടെ അവസാനിക്കും. എന്നാൽ കോസ്റ്റ് അക്കൗണ്ടൻസി കോസ്റ്റ് അക്കൗണ്ടിങ്ങിനേക്കാളും വൈഡറായിട്ടുള്ളൊരു ടേമാണ്. കാരണം നമ്മളിവിടെ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസും മെത്തേഡുകളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അതായത് കോസ്റ്റ് കൺട്രോൾ, കോസ്റ്റ് റിഡക്ഷൻ, കോസ്റ്റ് ഓഡിറ്റ്, ഇതെല്ലാം ഇവിടെ വരുന്നുണ്ട്. ഇതെല്ലാം വെച്ച് നമ്മൾ കണ്ടുപിടിച്ചതിന് ശേഷം ഇത് നമ്മൾ ഇൻഫർമേഷൻ മാനേജറിയൽ പേഴ്സണിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട്, ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടൻസിയിൽ കോസ്റ്റ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് വരും. പിന്നെ നമ്മൾക്ക് കോസ്റ്റ് കൺട്രോളിങ് വരുന്നുണ്ട്, കോസ്റ്റ് റിഡക്ഷനൊക്കെ വരുന്നുണ്ട്. ഇനി കോസ്റ്റിംഗ് എന്താണെന്ന് പറയാം. Costing is the technique of ascertaining the cost of a product or rendering a service. ഒരു സർവീസ് റെൻഡറിങ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചറിങ് ചെയ്യുമ്പോഴോ ഉണ്ടാകുന്ന കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുന്നതിനുള്ളൊരു ടെക്നിക്കിനെയാണ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. It is the process of classification, recording and appropriate allocation of expenditure for the determination of the cost of the product or service. കോസ്റ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അപ്രോപ്രിയേറ്റ് ആയിട്ട് അലോക്കേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സ്, അതാണ് കോസ്റ്റിംഗ്. ICMA ഡിഫൈൻ ചെയ്യുന്നു. ICMA എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻസ് ഡിഫൈൻ ചെയ്യുന്നത് ദ ടെക്നിക്സ് ആൻഡ് പ്രോസസ് ഓഫ് അസർട്ടൈനിങ് കോസ്റ്റ്. അപ്പോൾ കോസ്റ്റുകൾ അസർട്ടൈൻ ചെയ്യുന്നതിനുള്ള പ്രോസസ്സിൻ്റെ ടെക്നിക്കുകളാണ് കോസ്റ്റിങ്ങിൽ വരുന്നത്. ഇനി ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ടെക്നിക്കിൽ വരുന്നത് it consists of a body of principles and rules which may the cost is ascertained. നമ്മൾ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ പാലിക്കേണ്ട പ്രിൻസിപ്പിൾസ് ആണ് ഇതിൽ പറയുന്നത്. പ്രിൻസിപ്പിൾസ് ആൻഡ് റൂൾസ്, അതാണ് ടെക്നിക്സിൽ പറയുന്നത്. നമ്മൾ പറഞ്ഞത് കോസ്റ്റ് അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടൻസി, കോസ്റ്റിംഗ്.